നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. T20 ലോകകപ്പിലെ ഇന്ത്യ തങ്ങളുടെ അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിന് ഇന്നിറങ്ങുകയാണ്. കുഞ്ഞന്മാരായ നെതർലൻഡ്സാണ് ഇന്ത്യയുടെ എതിരാളികളായി എത്തുന്നത്. ആദ്യത്തെ 3 മത്സരത്തിലും ഇന്ത്യ സർവാധിപത്യ ജയം നേടിയെടുത്തു. അമേരിക്കയെയും നമീബിയയെയും ചിരവൈരികളായ പാകിസ്ഥാനെയും തകർത്ത ഇന്ത്യക്ക് ഡച്ച് വീരത്തെ വലിയ പണിപ്പെടേണ്ടി വരില്ല എന്ന കാര്യം തന്നെ ഉറപ്പിച്ചു പറയാം. പ്ലേയിങ് 11ലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ ഇന്ന് കളിക്കില്ല എന്ന കാര്യം ഏറെക്കുറെ തീരുമാനമായിരിക്കുകയാണ്. ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് തന്നെ ഡച്ചിനെതിരെയും തുടരും എന്ന് തന്നെയാണ് ടീം വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. സഞ്ജു സാംസൺ ഇത്തവണത്തെ T20 ലോകകപ്പിൽ ഒരു മത്സരം മാത്രമാണ് കളിച്ചത്. അത് നമീബിയക്കെതിരെയാണ്. അഭിഷേക് ശർമ്മയ്ക്ക് അസുഖത്തെ തുടർന്ന് പുറത്തിരിക്കേണ്ട വന്ന സാഹചര്യത്തിൽ മാത്രമാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത്. സഞ്ജുവിനെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പറായും ഓപ്പണറായും തന്നെയാണ് ഇത്തവണത്തെ T20 ലോകകപ്പിലേക്ക് പരിഗണിച്ചതെങ്കിലും ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയ്ക്ക് ശേഷം എല്ലാ കാര്യങ്ങളും തകിടം മറിയുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി സഞ്ജുവിൻ്റെ T20 ലോകകപ്പിലെ സ്ഥാനം ബെഞ്ചിലേക്ക് ഒതുക്കപ്പെട്ടു. ഇഷാൻ കിഷനാകട്ടെ കിട്ടിയ അവസരങ്ങളെല്ലാം നന്നായി മുതലാക്കുകയും ഇന്ത്യയുടെ T20 ടീമിൽ ഒരു സീറ്റ് ഉറപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുകയാണ്. പാകിസ്ഥാനെതിരെ അടക്കം കണ്ടതാണ്. നിർണായക ഘട്ടത്തിൽ അഭിഷേക് ശർമ്മ ഡെക്കിന് പോയ സമയത്തും ടീമിനെ ഒറ്റയ്ക്ക് കരകയറ്റുന്നൊരു പ്രകടനമാണ് ഇഷാൻ കാഴ്ചവെച്ചത്. ഇഷാൻ ഇത്രയും തകർപ്പൻ ഫോമിൽ കളിക്കുമ്പോൾ വലിയൊരു ചോദ്യമായി മാറുന്നത് സഞ്ജു സാംസണിൻ്റെ ഭാവിയാണ്. ഈ T20 ലോകകപ്പിന് ശേഷം എന്താകും സഞ്ജുവിൻ്റെ ഭാവി എന്നത് ആരാധകർ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല എന്ന് നിസ്സംശയം പറയാം. കാരണം T20 ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീമിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പിച്ച് തന്നെ പറയാവുന്നതാണ്. അതിൽ എടുത്തു പറയേണ്ടത് ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തിയേക്കും എന്ന റിപ്പോർട്ടാണ്. ഇന്ത്യ 3 ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് തന്നെയാകും പദ്ധതികൾ മെനയുന്നത്. ഇന്ത്യയുടെ മുൻകാല ചരിത്രം നോക്കുമ്പോൾ നമുക്കിത് വ്യക്തമാകും. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഇപ്പോൾ ഇനി ഇത് വരാൻ കിടക്കുന്നത് ഇപ്പോൾ ടെസ്റ്റിലും ഏകദിനത്തിലും ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ. T20യിലും ലോകകപ്പിന് ശേഷം ഗില്ലിനെ കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഓപ്പണർ സ്ഥാനത്ത് സഞ്ജുവിന് തുടരുക പ്രയാസമായിരിക്കും. ഇഷാൻ കിഷൻ ഓപ്പണറായി കുറച്ചധികം മത്സരങ്ങൾ കൂടി കളിക്കാൻ സാധ്യതയുണ്ട്. T20 ലോകകപ്പിന് ശേഷവും ഇഷാൻ കിഷന് ടീമിൽ സ്ഥാനം നിലനിർത്തി കൊടുക്കാനാവും ഗൗതം ഗംഭീറും ടീം മാനേജ്മെൻറ്റും തീരുമാനിക്കുക. സെലക്ടർമാരും ഈ നീക്കത്തെ പിന്തുണച്ചേക്കും. ഇനി എന്ത് എന്നുള്ളത് സഞ്ജുവിന് മുന്നിലെത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാകും. സഞ്ജുവിന് ഇനി T20 ലോകകപ്പിലെ മത്സരങ്ങളിൽ അവസരം ലഭിക്കാൻ സാധ്യത വളരെ വിരളമാണ്. ആർക്കെങ്കിലും പരിക്കേൽക്കാത്ത സാഹചര്യത്തിൽ സഞ്ജു ഡയറക്റ്റായി പ്ലേയിങ് 11ലേക്ക് എത്താൻ യാതൊരു സാധ്യതയുമില്ലെന്ന് പറയാം. കാരണം സൂപ്പർ 8 പോരാട്ടങ്ങളാണ് ഇനി വരാൻ കിടക്കുന്നത്. സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ്, അതിനുശേഷം സെമി വരുന്നു, ഫൈനൽ വരുന്നു. ഇതിലേക്കൊക്കെ ഇന്ത്യ ക്വാളിഫൈഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നിലവിലെ ഒരു ടീമിൻ്റെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ സഞ്ജുവിന് പ്ലേയിങ് 11 സ്ഥാനം ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ സഞ്ജു T20 ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീമിന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഇതിനെ മറികടക്കണമെങ്കിൽ സഞ്ജുവിന് ചെയ്യാൻ പറ്റുന്നത് IPLൽ പരമാവധി മുതലാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇത്തവണ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കാണ് സഞ്ജു എത്തിയിരിക്കുന്നത്. സാക്ഷാൽ MS ധോണിയുടെ ഒപ്പം സഞ്ജു കളിക്കുമ്പോൾ എത്രത്തോളം മികവ് കാട്ടും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും സഞ്ജുവിൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുക. സഞ്ജു ധോണിക്കൊപ്പം കളിക്കുന്നതിൽ വളരെയധികം എക്സൈറ്റഡ് ആണ് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ധോണിയുടെ ഒരു ഉപദേശം ആവുമ്പോൾ സഞ്ജുവിന് ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്ന് ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചെന്നൈയുടെ തട്ടകത്തിൽ അത്ര മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ സാധിക്കുന്ന താരമല്ല സഞ്ജു. ഇതിന് മുന്നേയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ 20 അടുത്താണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശരാശരി വരുന്നത്. അവിടെ ചെന്നൈയിലെ സ്പിൻ പിച്ചിൽ സഞ്ജു അത്ര മികവ് കാട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ചെന്നൈയിലേക്ക് എത്തുമ്പോൾ സഞ്ജുവിന് എത്രത്തോളം തിളങ്ങാൻ സാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും ചെന്നൈയിൽ സഞ്ജുവിന് തിളങ്ങാൻ സാധിക്കാതെ പോയി കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ T20യിലെ ഭാവി, അതായത് ഇന്ത്യൻ ടീമിലെ ഭാവി തന്നെ വലിയ ആശങ്കയായിട്ട് മാറും. പിന്നീട് ഒരു തിരിച്ചുവരവ് സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രയാസമായിരിക്കും. കാരണം ഒരു തലമുറ മാറ്റം എന്ന നിലയിലേക്ക് ഇന്ത്യൻ ടീമിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഓപ്പണർ സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ സഞ്ജു സ്ഥിരത കാട്ടാത്ത അവസരത്തിലും അവസരം കാത്ത് യശസ്വി ജയ്സ്വാളിനെ പോലെയും ഋതുരാജ് ഗൈക്വാദിനെ പോലെയും ഇപ്പോൾ വൈഭവ് സൂര്യവംശി വരാൻ പോകുന്നു. ഇത്രയും നിരവധി താരങ്ങൾ വെയിറ്റിങ്ങിൽ നിൽക്കുമ്പോഴാണ് സഞ്ജു ഇത്രയും സ്ഥിരതയില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നത്. സഞ്ജുവിൻ്റെ പ്രതിഭയിൽ ഒരു തർക്കവുമില്ല. കാരണം അദ്ദേഹം 3 സെഞ്ചുറി
T20 സെഞ്ചുറി ഇന്ത്യക്കായി നേടിയ താരമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ പ്രതിഭയിൽ ആരും ചോദ്യം ചെയ്യുകയില്ല. പ്രതിഭയെ എല്ലാവരും ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ സ്ഥിരതയില്ലായ്മ സഞ്ജുവിൻ്റെ കരിയറിൽ ഉടനീളം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ പ്രശ്നം ഇപ്പോൾ സഞ്ജുവിൻ്റെ കരിയർ അവസാനിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. ഇനി തിരിച്ചു വരണമെങ്കിൽ സഞ്ജുവിനെ സംബന്ധിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമുള്ള ഈ വരുന്ന IPL സീസൺ ഏറ്റവും മികച്ച രീതിയിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവിടെയും വെല്ലുവിളികളുണ്ട്. വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിനൊപ്പമുണ്ട്. വൈഭവ് അവിടെ മികച്ച ഒരു പോരാട്ടം കാഴ്ചവെക്കുകയാണെങ്കിൽ വൈഭവിനെ അധികം വൈകാതെ ഇന്ത്യൻ ടീമിലേക്ക് വരാനുള്ള സാധ്യതകൾ തെളിയും. ചെന്നൈ സൂപ്പർ കിങ്സിൽ സംജു ക്യാപ്റ്റനായിട്ട് ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ട്. ഋതുരാജും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ ഇന്ത്യ ടീമിലേക്ക് തിരിച്ച് ഒരവസരം കൊടുക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് യശസ്വി ജയ്സ്വാളും. രാജസ്ഥാൻ റോയൽസിനൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ്. എന്തുകൊണ്ടോ ഇന്ത്യയുടെ T20 ടീമിൽ അവസരം ലഭിക്കാതെ പോകുന്നൊരു നിർഭാഗ്യവാനായ താരമാണ് ജയ്സ്വാളിനും വരുന്ന IPL മികവ് കാട്ടിയാൽ ഇന്ത്യയുടെ T20 ടീമിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചേക്കും. സഞ്ജുവിനെ സംബന്ധിച്ച് IPL ശേഷം T20 ഫോർമാറ്റിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് ശ്രമിക്കാവുന്നത് 2027 ഏകദിന ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടുക എന്നതാണ്. അത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയായിരിക്കും. പക്ഷേ സഞ്ജുവിൻ്റെ ഏകദിനത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ വളരെ ഗംഭീരമാണെന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തിന് 56 ആവറേജിലാണ് അദ്ദേഹം ഏകദിനത്തിൽ കളിക്കുന്നത്. പക്ഷേ ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം സഞ്ജുവിന് ഏകദിനത്തിൽ ഒട്ടും പിന്തുണ ലഭിക്കുന്നില്ല. അതേസമയം ഋതുരാജ് ഗെയ്ക്വാദിന് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇനി സഞ്ജുവിന് വിക്കറ്റ് കീപ്പറായിട്ട് ഏകദിനത്തിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതകൾ വിരളമാണ്. KL രാഹുലാണ് ഇപ്പോൾ നിലവിൽ 1-ാം നമ്പർ കീപ്പർ. ധ്രുവ് ജുറേലിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇഷാൻ കിഷൻ ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ്. അപ്പോൾ അദ്ദേഹവും അവസരം തേടി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ശക്തമായി. ഇങ്ങനെയെല്ലാം വരുമ്പോൾ സഞ്ജുവിൻ്റെ മുന്നോട്ടുള്ള ഇന്ത്യൻ ടീമിലെ ഭാവി വളരെ പ്രതിസന്ധിയിലാണെന്ന് തന്നെ പറയാം. ഇനി IPLും ആഭ്യന്തര ക്രിക്കറ്റും എല്ലാം കളിച്ച് സഞ്ജു ശക്തമായി പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി സെലക്ടർമാരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയേണ്ടത്.